ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2026 UPSC നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു 13 മാസത്തെ ടൈം ടേബിൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഏപ്രിൽ 2025 തൊട്ടുള്ളതാണ് ടൈം ടേബിൾ നമ്മൾ നോക്കുന്നത്. ഏപ്രിൽ 2025 എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ബിൽഡിങ്ങിന്റെ ഫേസ് ആണ്. എന്താണ് നമ്മൾ ഏപ്രിലിൽ അണ്ടർസ്റ്റാൻഡ് ദ സിലബസ് നല്ല രീതിക്ക് മനസ്സിലാക്കണം. പ്രിലിംസിന്റെ ആയിക്കോട്ടെ മെയിൻസിന്റെ ആയിക്കോട്ടെ സിലബസ് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏതെങ്കിലും സബ്ജക്റ്റിൽ നമ്മൾ വീക്ക് ആണെന്നുണ്ടെങ്കിൽ അത് NCERTs നിന്ന് അതിന്റെ പഠനം തുടങ്ങണം. പിന്നെ കറണ്ട് അഫയേഴ്സ്, UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കറണ്ട് അഫയേഴ്സ്. പ്രിലിംസിനായിക്കോട്ടെ മെയിൻസിനായിക്കോട്ടെ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യുക, ഒരു ന്യൂസ് പേപ്പർ വായിച്ചു തുടങ്ങുക. ദ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസോ അങ്ങനെ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ വായിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ ഡെയിലി അതിന്റെ നോട്ട്സ് മേക്ക് ചെയ്യുക. പിന്നെ മന്ത്ലി മാഗസീൻസ് ഉണ്ട്, കുരുക്ഷേത്ര യോജന എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്ലി മാഗസീൻസ് ഉണ്ട്, അതിന്റെ സമ്മറി നോക്കുക. പിന്നെ CSAT, അതായത് നമുക്ക് പ്രിലിംസിലെ 2 പേപ്പേഴ്സ് ആണുള്ളത്, CSATും GS പേപ്പറും. ഇതിലെ CSATന്റെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, ഈ ഒരു മന്തിൽ സ്റ്റാർട്ട് ചെയ്യുക. പ്രിലിംസിന്റെ പ്രിപ്പറേഷൻ ഈ മന്തിൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുക, പ്രിലിംസിൽ നമ്മുടെ പൊളിറ്റി പോലുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ പ്രിപ്പറേഷൻ തുടങ്ങുക. കാരണം പൊളിറ്റി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നതിന്റെ കാരണം പ്രിലിംസിനായിക്കോട്ടെ മെയിൻസിനായിക്കോട്ടെ പൊളിറ്റി ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് ഏറ്റവും എളുപ്പമുള്ള ഒരു സബ്ജക്റ്റും കൂടെയാണ് പൊളിറ്റി. അതുകൊണ്ട് പൊളിറ്റി അല്ലെങ്കിൽ പൊളിറ്റി പോലുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. പൊളിറ്റി തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പൊ ഏപ്രിൽ 2025 ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സിലബസ്, മെയിൻസിന്റെയും പ്രിലിംസിന്റെയും സിലബസ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. ഏതെങ്കിലും സബ്ജക്റ്റിൽ വീക്ക് ആണെന്നുണ്ടെങ്കിൽ NCERTs തൊട്ട് അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെന്താണ്, കറണ്ട് അഫയേഴ്സ്, അതായത് ദ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് അങ്ങനെ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ വായിക്കുക. എന്നിട്ട് അതിന്റെ നോട്ട്സ് മേക്ക് ചെയ്യുക. പിന്നെ CSATന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പൊളിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ നോട്ട്സ് കൊടുക്കുന്നുണ്ട്, നോട്ട്സ് പ്ലസ് ഗൈഡൻസ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. 2026 25 എക്സാമിന് വേണ്ടിയിട്ടുള്ളതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് നോട്ട്സ് ഒക്കെ. അപ്പൊ വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് പ്രൈവറ്റ് മെസ്സേജ് ചെയ്താൽ മതിയാവും. വളരെ അഫോർഡബിൾ ആയിട്ടൊരു റേറ്റിലാണ് നമ്മൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ മാസങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്? 2025 മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ മാസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, UPSCയുടെ പ്രിലിംസിന്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. പ്രിലിംസിന്റെയും നല്ല മെയിൻസിന്റെയും കൂടെ കൂട്ടിയിട്ട് സിലബസ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. CSAT കംപ്ലീറ്റ് കവർ ചെയ്യുക. പിന്നെ കറണ്ട് അഫയേഴ്സ് ഡെയിലി നമ്മൾ പഠിച്ചു പോവുക. അതുപോലെ തന്നെ റിവിഷൻ ഉണ്ടായിരിക്കണം. റിവിഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡെയിലി റിവിഷൻ നടത്തണം, ഒരു വീക്ക്ലി റിവിഷൻ ഉണ്ടാവണം. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റും കംപ്ലീറ്റ് ആവുമ്പോൾ ആ ഒരു സബ്ജക്റ്റ് റിവൈസ് ചെയ്യണം. ഇങ്ങനെ 3 റിവിഷനെ. ഓക്കെ, അപ്പൊ 2025 മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ 4 മാസങ്ങൾ കൊണ്ട് CSATും UPSCയുടെ സിലബസും കംപ്ലീറ്റ് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ 3 റിവിഷനും കംപ്ലീറ്റ് ചെയ്യുക. ഇനി സെപ്റ്റംബർ 2025 പ്രിലിംസിന്റെ റിവിഷൻ നടത്തണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, മെയിൻസിന്റെ ഫൗണ്ടേഷനും ആ ഒരു ഫേസിൽ നമ്മൾ നടത്തണം, ആ ഒരു മാസത്തിൽ നടത്തണം. പ്രിലിംസിന്റെ റിവിഷൻ നടത്തുക. അതിനുശേഷം മെയിൻസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതായത് essay റൈറ്റിംഗ്, എത്തിക്സ് ഇങ്ങനെയുള്ള എത്തിക്സ് നമ്മൾ ആദ്യം നോക്കിയില്ലായിരുന്നല്ലോ, നമ്മൾ പ്രിലിംസ് ആയിരുന്നല്ലോ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, എത്തിക്സും കൂടെ ഈ ഒരു ടൈമിൽ പഠിച്ചു പോവുക. പിന്നെന്താണ്, കറണ്ട് അഫയേഴ്സ് ഡെയിലി വായിക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുക. ഇത്രയും കാര്യങ്ങളാണ് 2025 സെപ്റ്റംബറിൽ ചെയ്യേണ്ടത്. പ്രിലിംസിന്റെ റിവിഷൻ, മെയിൻസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെന്താണ്, കറണ്ട് അഫയേഴ്സ് കണ്ടിന്യൂ ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ നടത്തുക. പിന്നെ ഒക്ടോബർ 2025 നമ്മൾ മെയിൻസിൽ ഫോക്കസ് ചെയ്യണം. പ്രിലിംസ് ഒരു സൈഡിലേക്ക് മാറ്റിയിടുക. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ മെയിൻസിൽ ഫോക്കസ് ചെയ്യണം. എന്ത് ചെയ്യണം, GS1, GS2, GS3, GS4ന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. essay റൈറ്റിംഗ് പ്രാക്ടീസുകൾ നടത്തണം. പിന്നെന്താണ്, ഓപ്ഷണൽ സബ്ജക്റ്റിന്റെ പ്രിപ്പറേഷൻ തുടങ്ങണം. ഓക്കെ, ആദ്യം തൊട്ട് ഓപ്ഷണൽ സബ്ജക്ട് പഠിച്ചു പോകണം എന്നുള്ളവർക്ക് അങ്ങനെ പഠിച്ചു പോവാം. അല്ലാണ്ട് ഇപ്പോഴാണ് ഓപ്ഷണൽ സബ്ജക്ട് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളവർ എന്ത് ചെയ്യുക, ഓപ്ഷണൽ സബ്ജക്റ്റിന്റെ പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്യുക. പിന്നെന്താണ്, കറണ്ട് അഫയേഴ്സ് മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നവംബർ 2025 എന്താണ് ചെയ്യേണ്ടത്, ഓപ്ഷണൽ സബ്ജക്റ്റ് ആൻസർ റൈറ്റിംഗ്, അതായത് ഒരു 50% ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ത് ചെയ്യുക, ഓപ്ഷണൽ സബ്ജക്റ്റിന്റെ സിലബസ് കവർ ചെയ്യുക. പിന്നെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തുക. അതായത് GSന്റെ ഓപ്ഷണലിന്റെ എന്ത് ചെയ്യുക, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസസ് നടത്തുക. പിന്നെ കറണ്ട് അഫയേഴ്സ്
കണ്ടിന്യൂ ചെയ്യുക, വായിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുക, നോട്ട് മേക്കിംഗ് നടത്തുക. പിന്നെന്താണ്, റിവിഷൻ നടത്തുക. GS1 GS2 GS3യുടെ എന്താണ് റിവിഷൻ നടത്തുക. അതിനുശേഷം ഡിസംബർ 2025 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്ഷണൽ സബ്ജക്റ്റിന് മീൻസ് ടെസ്റ്റ് സീരീസിന് വേണ്ടിയിട്ടാണ് ആ ഒരു ടൈം. അപ്പം ഓപ്ഷണൽ സബ്ജക്റ്റിന് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് കവർ ചെയ്യുക. നമ്മൾ 50% പഠിച്ചിരുന്നു, അത് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഡിസംബർ 2025 കൊണ്ട് ഓപ്ഷണൽ സബ്ജക്ട് കംപ്ലീറ്റ് കവർ ചെയ്യുക. പിന്നെ മെയിൻസിന്റെ ടെസ്റ്റ് സീരീസ് നടത്തുക, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തുക, കറണ്ട് അഫയേഴ്സും നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ഡിസംബറിൽ. ഒന്നുകൂടി നോക്കാം. ഓപ്ഷണൽ സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യുക, മെയിൻസിന്റെ ടെസ്റ്റ് സീരീസ് നടത്തുക, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തുക, കറണ്ട് അഫയേഴ്സ് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ജനുവരി 2027 വരുമ്പോൾ എന്താണ്, മെയിൻസിന്റെ ഇന്റൻസീവ് പ്രിപ്പറേഷൻ ആ ഒരു ടൈമാണിത്. അപ്പൊ GS പേപ്പർ എന്ത് ചെയ്യുക, എല്ലാ പേപ്പേഴ്സ് GS പേപ്പർ 1, 2, 3, 4 എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഓപ്ഷണൽ സബ്ജക്റ്റും റിവൈസ് ചെയ്യുക. അതുപോലെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തുക. പിന്നെ essay, അതായത് ഒരു ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 essay എങ്കിലും വെച്ച് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. മോക്ക് ടെസ്റ്റുകളും നടത്തുക. ഇത്രയും കാര്യങ്ങളാണ് ജനുവരി 2026 ചെയ്യേണ്ടത്. എന്തൊക്കെയാണ്, GS പേപ്പർ റിവിഷൻ ചെയ്യുക, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തുക. പിന്നെ ഓപ്ഷണൽ സബ്ജക്റ്റിന്റെയും റിവിഷൻ നടത്തുക, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തുക. essay, അതായത് ഒരാഴ്ചയിൽ ഒരു 2 essay വീതമെങ്കിലും എഴുതിയിട്ട് നോക്കുക. പിന്നെ മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുക. ഇനി ഫെബ്രുവരി 2026 വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഫുൾ അതായത് എല്ലാ GS പേപ്പറും എന്ത് ചെയ്യുക, നമ്മൾ റിവിഷൻ ചെയ്യുക, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തുക, കറണ്ട് അഫയേഴ്സ് കണ്ടിന്യൂ ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ ജനുവരി ചെയ്ത കാര്യം തന്നെ എന്ത് ചെയ്യുക, ഫെബ്രുവരിയിലും ചെയ്യുക. പിന്നെ മാർച്ചിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുക, പ്രിലിംസിനെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ ഫെബ്രുവരിയിൽ എന്താണ് പ്രിലിംസിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും റിവിഷൻ നടത്തുന്നത്. ഇനി മാർച്ചിലേക്ക് വരുമ്പോഴും സെയിം, എന്താണ് റിവിഷൻ നടത്തുക, മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുക, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസുകൾ, അങ്ങനെ തന്നെ essay റൈറ്റിംഗ്, ഇതൊന്നും നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യമില്ല. 2026 മാർച്ച് മാസം നമ്മൾ ചെയ്യേണ്ടതില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, GS പേപ്പറിന്റെ റിവിഷൻ, അതായത് CSATന്റെ GS പേപ്പറിന്റെ റിവിഷൻ, പിന്നെ എന്താണ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഏപ്രിലും ഇത് തന്നെയാണ്. കറണ്ട് അഫയേഴ്സ്, അതായത് എല്ലാ കറണ്ട് നമ്മൾ ഇത്രയും നോട്ട്സ് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കറണ്ട് അഫയേഴ്സിന്റെ, അത് മുഴുവൻ റിവൈസ് ചെയ്യുക. പിന്നെ എന്താണ് ഒരു ക്വിക്ക് റിവിഷൻ നടത്തുക. അതെന്താണ്, സ്റ്റാൻഡേർഡ് ബുക്സ് എടുത്ത് വെച്ചിട്ടല്ല റിവൈസ് ചെയ്യേണ്ടത്, നോട്ട്സ് വെച്ചിട്ടാണ് റിവൈസ് ചെയ്യേണ്ടത്. പിന്നെ മോക്ക് ടെസ്റ്റുകൾ നടത്തുക. പിന്നെ കാമായിട്ടിരിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഏപ്രിൽ 2026 ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, കറണ്ട് അഫയേഴ്സ് റിവിഷൻ നടത്തുക. പിന്നെ എന്താണ് അതായത് CSATന്റെയും GS പേപ്പറിന്റെയും ഒരു ക്വിക്ക് റിവിഷൻ, പിന്നെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് ഏപ്രിൽ 2026 നമ്മൾ ചെയ്യാനുള്ളത്. പിന്നെ എന്താണ് പറയുന്നത്, അതിപ്പോ 2026 എന്ന് പറയുമ്പോൾ നമുക്ക് 13 മാസം പഠിക്കാനുണ്ട്. 13 അല്ല, 14ാമത്തെ മാസമാണ് എക്സാം വരുന്നത്. ടൈം ടേബിൾ 13 മാസമാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. 13 മാസം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഒരു 8 തൊട്ട് ഒരു 10 മണിക്കൂർ വരെ എന്ത് ചെയ്യുക, ഡെയിലി പഠിക്കുക. അത്രയും പഠിക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 6 തൊട്ട് ഒരു 8 മണിക്കൂർ വരെയെങ്കിലും ഡെയിലി പഠിച്ചു പോവുക. പിന്നെന്താണ്, കറണ്ട് അഫയേഴ്സ് ഡെയിലി നോക്കുക. പിന്നെ ടെസ്റ്റ് സീരീസ് ഒക്കെ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. എക്സാം പഠിക്കുന്ന മാത്രം പോരാ, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ടെസ്റ്റ് സീരീസും അറ്റൻഡ് ചെയ്യണം. ഓപ്ഷണൽ സബ്ജക്ട് സെലക്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ അല്ലെങ്കിൽ എന്താണ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട് ഇതാണെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് ഒരിക്കലും ഓപ്ഷണൽ സബ്ജക്ട് തിരഞ്ഞെടുക്കരുത്. എന്ത് ചെയ്യുക, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സബ്ജക്ട്, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള, നമുക്ക് നല്ല രീതിക്ക് പഠിച്ചു പോകാൻ പറ്റുന്നുള്ള ഒരു സബ്ജക്ട് മാത്രം ഓപ്ഷണൽ ആയിട്ട് തിരഞ്ഞെടുക്കുക. പിന്നെ ഹെൽത്ത്, അതായത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം നമുക്ക് ഒരു വർഷത്തിൽ കൂടുതൽ ഇരുന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ പ്രോപ്പർ ആയിട്ടൊരു സ്ലീപ്പ് ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. സോ എന്ത് ചെയ്യുക, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. നോട്ട്സ് അവൈലബിൾ ആണ്. UPSC CSE 2026 വേണ്ടിയിട്ടുള്ള നോട്ട്സ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിലാണ് നമ്മൾ നോട്ട്സ് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതിയാവും. നോട്ട്സ് മാത്രമല്ല, ഗൈഡൻസും അവൈലബിൾ ആണ്.